ഹലോ, നമസ്കാരം. നിലമ്പൂരിൽ നിലപാടിൽ ജയിച്ച രണ്ടുപേരെ കുറിച്ചാണ് ഈ വീഡിയോ പ്രധാനമായും പറയുന്നത്. ഒന്ന്, PV അൻവറിനെതിരെ എടുത്ത നിലപാട് കൊണ്ടും നിലമ്പൂരിലെ UDF വിജയം കൊണ്ടും പ്രസക്തനാകുന്ന VD സതീശൻ. എല്ലാ നിലപാട് കൊണ്ടും തോൽവിയിലും തിളക്കമേറുന്ന M സ്വരാജ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള രണ്ടുപേരുടെയും പ്രതികരണം ആദ്യം കാണാം. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. നിങ്ങളെല്ലാവരും കൂടിയാണ് എന്റെ തലയില് എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത്. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് അതിന്റെ ക്രെഡിറ്റും വേണ്ട. ഇപ്പൊ തീരുമാനം എടുത്തത് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളതിന്റെ ക്രെഡിറ്റും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് അത് തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ആദ്യം VD സതീശനെ കുറിച്ച് സംസാരിക്കാം. കൂടിയാലോചനകളാണ് UDF ജയത്തിന്റെ അടിസ്ഥാനമെന്നാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ സത്യത്തിൽ നിലമ്പൂരിലെ UDF വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടത് VD സതീശനാണെന്ന് നിസ്സംശയം പറയാം. കാരണം പല പ്രതിസന്ധി ഘട്ടത്തിലൂടെയും UDF നിലമ്പൂരിൽ കടന്നുപോയപ്പോഴും മുന്നിൽ നിന്ന് കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോയത് സതീശനാണ്. മറ്റു പലരും പല രീതിയിൽ പാരപണിയാൻ നോക്കിയിട്ടും സതീശൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയില്ല. PV അൻവർ വിഷയത്തിലെടുത്ത നിലപാട് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിണറായി വിജയനെ വിമർശിച്ച് LDFിൽ നിന്ന് പുറത്തു വന്ന അൻവറിനെ കൂടെ കൂട്ടണമെന്ന അഭിപ്രായക്കാരായിരുന്നു മിക്ക കോൺഗ്രസ് നേതാക്കളും. ലീഗ് നേതൃത്വത്തിനും അൻവറിനോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സതീശൻ എടുത്ത നിലപാട് കൃത്യമായിരുന്നു. UDFിൽ എത്തും മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച അൻവറിന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി മനസ്സിലാക്കാൻ സതീശന് കഴിഞ്ഞു. പല സമയത്ത് പല അഭിപ്രായം പറയുന്ന അൻവർ UDFിന് പിന്നീട് തലവേദനയാകുമെന്ന് സതീശൻ കൃത്യമായി തന്നെ നിലപാടെടുത്ത് പറഞ്ഞു. അൻവർ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുമെന്ന് കണക്ക് വെച്ച് സതീശൻ വാദിച്ചു. പക്ഷേ പല കോൺഗ്രസ് നേതാക്കൾക്കും അത് ദഹിച്ചില്ല. അവർ വീണ്ടും അൻവറിനെ UDFിൽ എത്തിക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. പഴയ ഗ്രൂപ്പുകാരനായ അൻവർ ചെന്നിത്തല വഴിയും സുധാകരൻ വഴിയും K മുരളീധരൻ വഴിയും സമ്മർദ്ദം ശക്തമാക്കിയിട്ടും സതീശൻ വഴങ്ങിയില്ല. മാത്രമല്ല അൻവറിന് ഇഷ്ടമില്ലാത്ത ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അൻവറല്ല കോൺഗ്രസിലെയും UDFിലെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശം അതിലൂടെ സതീശൻ നൽകി. അൻവറിനെ മാറ്റി നിർത്തിയ സതീശന്റെ നീക്കത്തെ അണികൾ അംഗീകരിച്ചിട്ടും ചില നേതാക്കൾക്ക് അപ്പോഴും ദഹിച്ചില്ല. അവർ കുഞ്ഞാലിക്കുട്ടിയെ രംഗത്തിറക്കി സമ്മർദ്ദം ചെലുത്തി. പക്ഷേ അവിടെയും സതീശൻ വഴങ്ങിയില്ല. ഇതോടെ ആമർശത്തോടെയാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയും പിൻവാങ്ങി. പക്ഷേ അതേ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ച് നിലമ്പൂരിൽ ജയിച്ചു കയറാൻ സതീശന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുമല്ലെങ്കിലും സതീശനാണ് ശരിയെന്ന് കുഞ്ഞാലിക്കുട്ടിയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം. ഇതെല്ലാം സതീശനെടുത്ത നിലപാടുകളുടെ വിജയമാണ്. സതീശൻ എന്ന ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധന്റെ നേട്ടമാണ്. UDFിനെ UDFായി തന്നെ നിലമ്പൂരിൽ മത്സരിക്കാൻ സതീശന്റെ നിലപാടുകളിലൂടെ കഴിഞ്ഞു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. പക്ഷെ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചു നടത്തിയ പ്രസ്താവന കല്ലുകടിയായി തന്നെ തുടരുകയാണ്. ജമാഅത്തെയുമായുള്ള ബാന്ധവം UDFിന് വരും കാലത്ത് ബാധ്യതയാകാനാണ് സാധ്യത എന്നുള്ള വിലയിരുത്തലിൽ മാറ്റമില്ല. മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതം അതുണ്ടാക്കും. എന്തായാലും നിലമ്പൂരിലെ വിജയത്തോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിന് കൂടി ഉത്തരം കിട്ടുകയാണ്. ഇനി ആരും ആ കസേര നോക്കി പനിക്കേണ്ട. UDFിൽ ഇതിപ്പോൾ സതീശനിസത്തിന്റെ കാലമാണെന്നും നിസ്സംശയം പറയാം. ഒരു കൂട്ടം ചെറുപ്പക്കാരെയും കൂട്ടി സതീശൻ നടത്തുന്ന നീക്കങ്ങൾ അത്രത്തോളം നിർണായകമാണ്. പരമ്പരാഗത കോൺഗ്രസ് ശീലങ്ങളെല്ലാം മറികടക്കുന്നതാണ് അത്. കളക്റ്റീവ് നേതൃത്വത്തിൽ നിന്ന് UDFും LDFിനെ പോലെ ഒരു സെൻട്രലൈസ്ഡ് നേതൃത്വത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കുന്ന വയ്യാവേലി മറികടക്കാൻ UDFിലെ ഈ സതീശനിസത്തിന് കഴിയുന്നുണ്ട്. ഒരു തീരുമാനവും താൻ എടുക്കാറില്ല എന്ന് സതീശൻ ആവർത്തിക്കുമ്പോഴും എല്ലാ തീരുമാനങ്ങളുടെയും അവസാനം എത്തി നിൽക്കുന്നത് VD സതീശനിൽ തന്നെയാണ്. മറുഭാഗത്ത് മുതിർന്ന നേതാക്കളെല്ലാം ഒത്തുകൂടിയിട്ടും തീരുമാനങ്ങളിൽ സതീശനെ തോൽപ്പിക്കാൻ കഴിയാത്തതിന് കാരണം അദ്ദേഹത്തിലെ കൃത്യതയാണെന്ന് വിലയിരുത്താം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിക്കുമെന്നും അപ്പോൾ സതീശനെ തറപറ്റിക്കാമെന്നും കാത്തുനിന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം VD സതീശൻ നിഷ്പ്രഭമാക്കുന്നതാണ് നമ്മൾ കണ്ടത്.
ഇനി സ്വരാജിലേക്ക് വന്നാൽ പരമ്പരാഗതമായി UDF ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിടയ്ക്ക് ഒരിടത്ത് പോലും നിലപാടുകളാലും പ്രവൃത്തിയാലും സ്വരാജിന് തെറ്റിയില്ല, നാക്കുപിഴയും സംഭവിച്ചില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഘട്ടത്തിലും സ്വരാജ് എടുക്കുന്ന നിലപാടുകളുടെ ക്ലാരിറ്റി നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. തനിക്ക് താനായി തന്നെ നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിഞ്ഞുവെന്ന സ്വരാജിന്റെ പ്രസ്താവന വളരെ പ്രസക്തവുമാണ്. മാത്രമല്ല, വർഗീയവാദികളുടെ വോട്ടിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ സ്വരാജ് നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്നു. തോൽവിയിലും നിലപാടുകളിലൂടെ സ്വരാജ് ജയിക്കുന്നത് അങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമായി മാറിയതും സ്വരാജിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് കൂടിയാണ്. ഒരു ഘട്ടത്തിൽ പോലും സ്വരാജ് എതിർ സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തിപരമായ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചില്ല. ഷൗക്കത്തും വളരെ പക്വതയോടെയാണ് ഇടപെട്ടത്. പ്രകോപനപരമായ സന്ദർഭങ്ങൾ പലതു വന്നിട്ടും രാഷ്ട്രീയ നിലപാടുകളെ മാത്രം ഇരു സ്ഥാനാർത്ഥികളും ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ പേരിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അൻവർ മാത്രമായിരുന്നു അതിന് അപവാദം. പക്ഷെ എന്തായാലും PV അൻവർ താൻ അപ്രസക്തനല്ല എന്ന് തെളിയിച്ച് തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത്. മാത്രമല്ല, UDFിലേക്കുള്ള തൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യാശയും അൻവർ പങ്കുവയ്ക്കുകയാണ്. അൻവറിനുള്ള വാതിൽ തുറക്കാൻ പ്രയാസമില്ല എന്ന് KPCC പ്രസിഡന്റും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നും VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അൻവർ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. VD സതീശനുമായിട്ട് പോലും ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, താൻ പിടിച്ചത് പിണറായിസത്തിനെതിരായ വോട്ടുകളാണെന്നും UDF വോട്ടുകളല്ല എന്നുമൊക്കെയുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ അൻവർ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അൻവറിന്റെ കാര്യത്തിൽ UDFിന്റെ വാതിൽ VD സതീശൻ അടച്ചിടാൻ തന്നെയാണ് സാധ്യത. അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ വിജയിച്ച് കാണിച്ചു കൊടുത്ത VD സതീശൻ UDFിലെ അൻവർവാദികളുടെ വാ അടപ്പിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട മറ്റ് 2 പേരുടെ കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യത്തെ ആൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. ലീഗിനെയും അവരുടെ ആത്മീയ നേതൃത്വത്തെയും എന്നും എതിർത്ത ആര്യാടൻ കുടുംബത്തോടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് UDFിനായി കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും വളരെയേറെ പണിയെടുത്തു. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഇത്രയധികം ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇല്ല എന്നാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് എന്ന പോലെയാണ് അവരുടെ നേതാക്കളുടെ പ്രവർത്തനം ഉണ്ടായത്. അതിന്റെ പ്രതിഫലനം അണികളിലും ഉണ്ടായി. മുസ്ലിം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ലീഗ് നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായ കൺഫ്യൂഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് പരിഹരിക്കാൻ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് തന്നെ ഇറങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കേണ്ടതിന്റെ ആവശ്യകത പ്രാദേശികമായി തന്നെ പ്രവർത്തകരിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി എത്തിച്ചു. നിലമ്പൂരിൽ ജയിച്ചില്ലെങ്കിൽ 2026 കൈവിട്ടു പോകുമെന്ന സന്ദേശം അവരിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. UDFിന് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്തു. UDF ജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട മറ്റൊരാൾ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയാണ്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി താൻ ജോയിയെ നിർദ്ദേശിക്കുന്നുവെന്ന PV അൻവറിന്റെ ഒരു പ്രസ്താവന വന്നതോടെ സത്യത്തിൽ കുരുക്കിലായി പോയത് VS ജോയിയാണ്. പിന്നീട് പാർട്ടി ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമ ശ്രദ്ധ ചെന്ന് നിന്നത് ജോയിലാണ്. കാരണം നിലമ്പൂർ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ കൂടി വിളനിലമാണല്ലോ. 2016 ഷൗക്കത്തിന്റെയും 2021 VV പ്രകാശിന്റെയും തോൽവിയുടെ പ്രധാന കാരണം നിലമ്പൂരിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളായിരുന്നു എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ ജോയി തോൽപ്പിക്കുമെന്ന നറേറ്റീവ് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ പാർട്ടിയോടുള്ള കൂറ് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ജോയിലേക്ക് വന്നു ചേർന്നു. ഫീൽഡിലും നേതൃത്വത്തിലും പണിയെടുത്ത് ജോയ് അത് തെളിയിക്കുന്നതാണ് നിലമ്പൂരിൽ കണ്ടത്. സ്വരാജിന്റെയും തന്റെയും പഞ്ചായത്തായ പോത്തുകലിൽ LDF സ്വാധീനം മറികടക്കാൻ കഴിഞ്ഞത് ജോയിയുടെ ഈ നേതൃഗുണം കൊണ്ടുകൂടിയാണ്. എന്തായാലും UDFിന്റെ വരും കാലം സതീശനിസത്തിന്റെ കാലമാണെന്ന് കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഒപ്പം അൻവറിനെ പോലെ രാഷ്ട്രീയ നിലപാട് മാറ്റക്കാർക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന പൊതുബോധം കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, വ്യക്തി ആക്ഷേപത്തിനപ്പുറം രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സൗന്ദര്യം കൂടി നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലം കാട്ടിത്തരികയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.